എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ MLലുള്ള നിമിഷപ്രിയയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ കുറേ കമൻസുകൾ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു. ഈ നമ്മുടെ ആൾക്കാർക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയ, നമ്മൾ എന്ത് കമൻസ് ഇട്ടാലും സോഷ്യൽ മീഡിയയിൽ എന്ത് വാർത്തകൾ കൊടുത്താലും ഇന്ന് ലോകത്ത് ഏതൊരു അനായാസം ഉള്ളൊരു സാങ്കേതിക വിദ്യയിലൂടെ ഏത് ഭാഷയിൽ എന്ത് സംസാരിച്ചാലും അത് മറ്റൊരു ആൾക്കാരുടെ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാനുള്ള സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. ഈ നിമിഷപ്രിയയുടെ പേരിലുള്ള കൊലക്കുറ്റം, ആ തലാലിൻ്റെ വീട്ടുകാർ യമനിലാണ്. തലാലിൻ്റെ വീട്ടുകാർ ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്ന സംസാരിക്കുന്ന ഭാഷകളും അതിൻ്റെ കമൻസുകളും അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും നാണം കെട്ട ഒരു സംവിധാനമാണ്. ഈ നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കുരങ്ങൻ്റെ ബുദ്ധി പോലുമില്ല. എന്തൊരു കഷ്ടമാണ്. നിമിഷപ്രിയയുടെ വിധി അത് ഈശ്വരനിലേക്ക് വിട്ടേക്കുക. നാം അറിയുന്ന ഒരു വ്യക്തി അവർ തൂക്കുമരത്തിലാണ്. അത് ആരും ഒന്ന് സന്തോഷമായി ശ്രവിക്കുന്ന ഒരു വാർത്തയല്ല. ആരും ഒരു വ്യക്തിയുടെ ജീവൻ അങ്ങനെ അപഹരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇത് രണ്ട് ഭാഗമാക്കേണ്ട. നിമിഷപ്രിയയ്ക്ക് ശിക്ഷ വേണമെന്ന് ഒരു ചിലർ, കൂടുതൽ ആൾക്കാർ നിമിഷപ്രിയയ്ക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് കിട്ടണം, അവരെ വധശ്രമത്തിൽ നിന്നും ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ നമുക്കറിയില്ല ആരാണ് തെറ്റ് ആരാണ് ശരിയെന്ന്. അറിയുന്നത് ഒരേ ഒരാൾ, ഒന്ന് നിമിഷപ്രിയ, ഒപ്പം ഈശ്വരനും. നിമിഷപ്രിയയെ പോയി ക്വസ്റ്റ്യൻ ചെയ്യാനോ നമുക്ക് കണ്ട കാര്യങ്ങൾ അന്വേഷിക്കാനോ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് നിമിഷപ്രിയ. യമൻ ജയിലിലാണ്. നിങ്ങൾക്കറിയാം യമനിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവിടെ സ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഇല്ലാതെ ഹൂതികളുടെ കയ്യിലുള്ള ഒരു ഭരണമാണ്. ഒത്തിരി ഭീകരവാദികളുള്ള രാജ്യമാണ്. അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ പ്രിയങ്കരനായ കാന്തപുരം സാഹിബ് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരിചയങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള മതപണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് ആത്മാർത്ഥമായി ഒത്തിരി പണിയുന്നു. ഒപ്പം നമ്മുടെ രാജ്യവും നമ്മുടെ പലരും, നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയും ഒക്കെ പല രീതിയിലും വർക്ക് ചെയ്തു. അതിൽ ഫലം കണ്ടിട്ടുണ്ട്. 100% അതുതന്നെ ഇന്നലെയുള്ള വധശിക്ഷ ഒഴിവാക്കി ഒരു ബ്രീത്തിങ് ടൈം കിട്ടിയിരിക്കുകയാണ്. ഈ ബ്രീത്തിങ് ടൈം വളരെ പരമപ്രധാനമാണ്. ഇവിടെ വെച്ച് അവരുടെ തലാലിൻ്റെ വീട്ടുകാരെ കണ്ട് അവരെ ഒന്ന് സമാധാനപ്പെടുത്തി ജീവൻ നിലനിർത്താൻ വേണ്ടി, അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള വെറും വങ്കന്മാർ, അതായത് മനുഷ്യൻ തീരെ ഇല്ലാത്തവർ കാണിക്കൂട്ടുന്ന ചില കമൻസുകൾ, ചില വൃത്തികെട്ട പരാമർശങ്ങൾ, അത് വളരെ മോശമാണ്. ഇറ്റ്സ് വെരി വെരി ബാഡ്. എന്തിനാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്താണ് ഇന്ന് കിട്ടാൻ പോണത്? ഇനി നിമിഷപ്രിയ തെറ്റുകാരി അല്ലെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിമിഷപ്രിയയോട് ചോദിക്കണം. പക്ഷെ അതിപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം നിമിഷപ്രിയ കയ്യെത്തും ദൂരത്തിലല്ല ഉള്ളത്. സോ അവർ തെറ്റോ ശരിയോ ചെയ്തെങ്കിൽ ദൈവം നോക്കട്ടെ, ദൈവത്തിനറിയാം. അതിനുള്ള ശിക്ഷ മനുഷ്യനല്ല കൊടുക്കേണ്ടത്, ദൈവമാണ് കൊടുക്കേണ്ടത്. ഇപ്പം നിമിഷപ്രിയ നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർ ഇത്രയും വർഷമായി കിടക്കുന്നു. പക്ഷെ അവർ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവർ യമനിൽ പോയി അവർ ജോലി ചെയ്തു. അവർ സ്വന്തം ഒരു ഡിസ്പെൻസ് തുടങ്ങാൻ അവരെ സഹായിക്കാൻ വേണ്ടി ഒരാൾ കൂടി. അദ്ദേഹം ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. അത് കൊല ചെയ്യപ്പെട്ടത് 100% നിമിഷപ്രിയ മൂലമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചുകൂടായികയില്ല, സംഭവിച്ചിരിക്കാം. പക്ഷേ അത് തന്നെയാണ്, അത് എല്ലാം 100% നിമിഷപ്രിയയുടെ തലയിലാണ്
നമ്മളിപ്പോൾ ചാരിയിരിക്കുന്ന അങ്ങനെയാണ് അതിൻ്റെ ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു, സാധിച്ചാൽ ഇനി ഇവരുടെ ഒരു വിധി വരുന്നത് വരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അത് സംസാരിക്കാതിരിക്കുക. കുറച്ച് മതവെറിയന്മാരുണ്ട്. അത് മതവെറിയന്മാരാണ് ഇതിൽ കൂടുതലും കാര്യങ്ങൾ വഷളാക്കുന്നത്. സോ നിങ്ങളത് മതത്തെ ഉൾപ്പെടുത്തി അത് തലാലിൻ്റെ കുടുംബത്തിൽ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ നാളെ അത് അവർക്ക് ധരിച്ചേക്കാം, ഇവർ ദയ അർഹിക്കുന്നില്ല, ഇവർ എന്താ പറയുക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ കഴുതകളാണ്, ഹമാറാണ്, ഇത് ശൈത്താനാണ് എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതിനുള്ള വഴി തെളിയിക്കും. കാര്യം ഇങ്ങനെയുള്ള മോശമായ കമൻസുകൾ കാണുമ്പോൾ. കാരണം കമൻസുകൾ നമ്മൾ പറയാതെ തന്നെ അവർക്ക് പരിഭാഷപ്പെടുത്തി അവർക്ക് കേൾക്കാൻ സാധിക്കും. സോ ഇതിലിടപെട്ടിരിക്കുന്ന ആ പ്രായാധിക്യമായ നമ്മുടെ കാന്തപുരം സാഹിബിനെ പോലും നിങ്ങൾ വളരെ മോശമായിട്ട് ചിത്രീകരിക്കരുത്. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തെ പോലും നിങ്ങളൊരു വില കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു അവരവരുടെ വർക്ക് ചെയ്യട്ടെ. അതുമൂലം എന്തെങ്കിലും ഒരു നല്ല നേട്ടം കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത്. നിമിഷപ്രിയ നാളെ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിക്കും. ആ ശിക്ഷ തൂക്കുകയറിൽ കൂടി തന്നെ ആകണമെന്നില്ല. ഇല്ലാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അതിനർത്ഥം അവർ യമൻ ജയിലിൽ അവർ തൂക്കിക്കൊള്ളണമെന്ന് നിയമങ്ങളൊന്നുമില്ല. അത് തൂക്കുകയറില്ലാതെ തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കും. ഒരു ശക്തിയുണ്ട്, നാം വിശ്വസിക്കുന്ന ദൈവമൊന്നുണ്ട്. അതാരായിരുന്നാലും ഒരാളെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടാൽ അവർ ശിക്ഷ കിട്ടിയിരിക്കണം. എന്നാൽ ഈ ശിക്ഷ ചുമത്തിയിരിക്കുന്ന നിമിഷപ്രിയയാണോ ഇതിന് മൊത്തം കാരണക്കാരി എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാകാത്തിടത്തോളം കാലം നിമിഷപ്രിയ റോങ് ആണെന്നോ റൈറ്റ് ആണെന്നോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരോടും സുഹൃത്തുക്കളോടും ഈ കമൻറ്റ് ചെയ്യുന്നവരും പറഞ്ഞു, ഇനിയെങ്കിലും ഈ നിമിഷപ്രിയെ പറ്റിയുള്ള മോശമായ കമൻസുകൾ ഒന്ന് നിർത്തുക. ആരാണ് അവരുടെ മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നോ അവർ പ്രയത്നിക്കട്ടെ. അവർ ശരിക്കും തെറ്റിന്മേൽ ആണോ അവർ പ്രവർത്തിക്കുന്നത്, അതും ദൈവം കാണും. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയുന്നു, അവർ നിമിഷപ്രിയയ്ക്കുള്ള എന്താണ് വിധി അത് ഈശ്വരൻ നടപ്പാക്കും, മനുഷ്യരായ നമ്മളല്ല. സോ എന്തെങ്കിലും കമൻസ് ഇടുന്നത് അത് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം പോസിറ്റീവായിരിക്കട്ടെ. നമ്മൾ നിമിഷപ്രിയയെ ജയിലിൽ നിന്നും അവർ മോചിതയാകട്ടെ. മോചിതയായതിനു ശേഷം അവർ തെറ്റ് ചെയ്തില്ലോ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ദൈവം അവർക്ക് കൊടുക്കും. ആ ശിക്ഷ ജയിലിൽ കിടന്ന് കൊലക്കുറ്റത്തിലൂടെയാണോ വധശിക്ഷയിലൂടെയാണോ അല്ല നാട്ടിലെത്തി മാനസിക സമ്മർദ്ദങ്ങൾ കൂടിയാണോ ഒന്നും നമുക്കറിയില്ല. ദാറ്റ് ഈസ് അപ് ടു ദ ഗോഡ്. ലീവ് ടു ദം, ലെറ്റ് ഹി ഡിസൈഡ്. അതേ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ കോലാഹലങ്ങളൊക്കെ ഒന്ന് നിർത്തിയാലും നിമിഷപ്രിയ വെറുതെ വിടുക. നിമിഷപ്രിയയുടെ ഓടികൾ മോചനത്തിനായി പരിശ്രമിക്കുന്നവരുടെ പിന്നാലെ പോയി അവരെ ടാർണിഷ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പ്ലീസ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.